എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വൈക്കത്തിനടുത്തുള്ള മൂത്തേടത്ത് കാവിലമ്മയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കോട്ടയം ജില്ലയിൽ വൈക്കത്ത് നിന്നും 2.5 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മൂത്തേടത്ത് കാവ്. ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പൗരാണികമായി ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയായും വൈദികപരമായി വൈക്കത്തപ്പന്റെ പുത്രീഭാവത്തിലുമാണ് മൂത്തേടത്ത് കാവിലമ്മയുടെ പ്രതിഷ്ഠാ സങ്കല്പം. വ്യത്യസ്തമായ ചടങ്ങുകളാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ. ചിലപ്പതികാരത്തിലെ കണ്ണകി കോവിലൻ ചരിതവുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ ഐതിഹ്യം. ആണ്ടിലൊരിക്കൽ മധുരയിലെ ഭദ്രസന്നിധിയിലേക്ക് ഭഗവതി യാത്ര പോകുന്നു എന്ന സങ്കല്പത്തിലാണ് ചടങ്ങുകൾ നടത്തുന്നത്. മധുര സന്ദർശനം കഴിഞ്ഞ് ദേവി കർക്കിടക മാസത്തിൽ തിരികെ എത്തുമ്പോൾ ക്ഷേത്രത്തിൽ നിത്യപൂജകൾക്ക് തുടക്കമാകും. അങ്ങനെ 9 മാസം മാത്രം നട തുറന്ന് പൂജ നടത്തുന്ന അത്യപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മൂത്തേടത്ത് കാവ്. ഭർത്താവിനെ വധിച്ച പാണ്ഡ്യരാജാവിനോടുള്ള പ്രതികാരത്തിനായി മധുര നഗരം ചുട്ടരിച്ച കണ്ണകിയെ ആവാഹിച്ച വിഗ്രഹമാണ് ഇവിടെയുള്ളത് എന്നാണ് വിശ്വാസം. മധുരാപുരി ചുട്ടരിച്ച ശേഷം ദേവി പശ്ചിമഘട്ടം കടന്ന് ചേരദേശമായിരുന്ന കൊടുങ്ങല്ലൂരും കടന്ന് മൂത്തേടത്ത് കാവിലെത്തി എന്നാണ് പറയപ്പെടുന്നത്. മേടം 1 തൊട്ട് 3 മാസത്തേക്ക് ഈ ക്ഷേത്രനട അടഞ്ഞുകിടക്കുന്നു. തമിഴ് ആചാരാനുഷ്ഠാന പ്രകാരമുള്ള വിൽപ്പാട്ടോടു കൂടെയാണ് വിഷുനാളിലെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ക്ഷേത്രത്തിലെ ഏതൊരു ചടങ്ങുകൾക്കും വിൽപ്പാട്ട് അമ്മയ്ക്ക് നിർബന്ധമാണ്. വാണിക വൈശ്യ സമുദായമാണ് ഈ ക്ഷേത്രത്തിൽ വിൽപ്പാട്ട് നടത്തി വരുന്നത്. ജനങ്ങൾ ഓരോരുത്തരും അവരവരുടെ കുടുംബങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് ക്ഷേത്രത്തിന് മുന്നിൽ സമർപ്പിച്ച നാളികേരത്തിൽ വിഷുദിനം വൈകിട്ട് ക്ഷേത്രമേൽശാന്തി എരിതേങ്ങയ്ക്ക് തീ കൊളുത്തുന്നു. കത്തിയെരിയുന്ന മധുരാപുരിയുടെ ഓർമ്മ ദേവിയിൽ ജ്വലിപ്പിക്കുന്നതിനായാണ് ഈ ആചാരം നടത്തുന്നത്. രാത്രി വിശേഷാൽ പൂജയ്ക്ക് ശേഷം തെക്കുപുറത്ത് വലിയ ഗുരുതി നടത്തുകയും അതിനുശേഷം തീയാട്ടോടുകൂടി അവസാനം നടക്കുന്ന ചടങ്ങാണ് അരിയേറ്. തീയാട്ടുണ്ണി ക്ഷേത്രത്തിന് വലം വെച്ച് ശ്രീകോവിലേക്ക് 3 പിടി അരി വാരി എറിയുന്നതോടുകൂടി ക്ഷേത്രനട അടയ്ക്കുന്നു. കാവിലമ്മ കണ്ണകി ഭാവം ഉൾക്കൊണ്ട് പാണ്ഡ്യദേശത്തേക്ക് ഭർത്താവ് കോവിലന്റെ സമീപത്തേക്ക് പോകുന്നു എന്നാണ് ഐതിഹ്യം. വിഷു ദിവസം ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകൾ കണ്ണകി കോവിലൻ കഥയെ അന്വർത്ഥമാക്കുന്നു. ഈ സമയം പാണ്ഡ്യദേശത്ത് മലയാളത്തമ്മയെ വരവേൽക്കുന്ന ചടങ്ങുകളുമുണ്ട്. 3 മാസക്കാലം ദേവി മധുരയിൽ വരത്ത ഭഗവതി എന്ന പേരിലാണ് അറിയപ്പെടുക. ഇവിടെ 12 വർഷം കൂടുമ്പോൾ വടക്കുപുറത്ത് പാട്ട് ദേശഗുരുതി നടന്നു വരുന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടത്തിയ വടക്കുപുറത്ത് പാട്ട് സമാപന ഗുരുതിയിൽ തൃപ്തരാകാത്ത ഭൂതഗണങ്ങൾക്ക് വേണ്ടിയാണ് ദേശഗുരുതി നടത്തുന്നത്. അങ്ങനെ നടക്കുന്ന ദേശഗുരുതി ഈ കഴിഞ്ഞ ഫെബ്രുവരി 6-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി 6-ാം തീയതിയാണ് പരിസമാപ്തമായത്. ഇനി 12 വർഷങ്ങൾക്ക് ശേഷമേ ഇത് നടക്കുകയുള്ളൂ. കുംഭമാസത്തിലെ ഭരണിയാണ് അമ്മയുടെ ജന്മദിനം. അന്ന് നാട് മുഴുവൻ കുംഭകുടവുമായി ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. ഈ ക്ഷേത്രത്തിന്റെ പൂർവികരായി നിലനിൽക്കുന്ന തമിഴ് വംശത്തിന്റെ ചരിത്രം വിളിച്ചു പറയുന്ന വാണിക വൈശ്യ സമാജമാണ് ഈ ക്ഷേത്രത്തിലെ കുംഭകൂടത്തിന്റെ അവകാശികൾ. കർക്കിടകം 1-ന് കണ്ണകി ദേവി കാവിലമ്മയായി തിരിച്ചെത്തുന്നതോടെ നട തുറന്ന് ദർശനവും പൂജാവിധാനങ്ങളും പുനരാരംഭിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.